നമസ്കാരം. യുക്രൈനുമായുള്ള 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ പുടിൻ അംഗീകരിച്ചില്ലെങ്കിൽ റഷ്യ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇപ്പോൾ ഈയൊരു താക്കീത് നൽകിയിരിക്കുന്നത്. യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇത് അവസാനം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കും എന്നും ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സമാധാന നീക്കങ്ങളിലേക്ക് റഷ്യയെ കൊണ്ടുവരാൻ എന്തൊക്കെ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ട്രംപ് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. സാമ്പത്തികമായി റഷ്യയെ ഞെരുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ തങ്ങൾ ഇപ്പോൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുന്നില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ആഗ്രഹിക്കുന്നത് യുദ്ധത്തിൽ ഒരവസാനമാണ്. ആ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതൊന്നും ചെയ്യാതെ തൽക്കാലത്തേക്ക് റഷ്യയെ വിട്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. റഷ്യയും സമ്മതിക്കുകയാണെങ്കിൽ 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് തങ്ങൾ തയ്യാറാണ് എന്ന് യുക്രൈൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യ ഇനിയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കാം ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ട്രംപിനൊപ്പം ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസും കഴിഞ്ഞ 2 ദിവസങ്ങളായി തങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയാണ് എന്നറിയിച്ചു. റഷ്യ ഈ ഒരു വെടിനിർത്തലിന് സമ്മതിക്കുക തന്നെ ചെയ്യും എന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷയെന്നും JD വാൻസും വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയ്ക്ക് വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുമെന്ന രീതിയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രവുമല്ല, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന്, 2 ആഴ്ച മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി ചർച്ച നടത്തിയ വേളയിൽ ട്രംപും JD വാൻസും സെലൻസ്കിയുമായി രൂക്ഷമായ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പിന്നീട് റഷ്യയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്, പ്രത്യേകിച്ച് പുടിൻ വളരെ മിടുക്കനാണ് എന്നൊക്കെ ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ ട്രംപ് ഒരു യൂ-ടേൺ എടുത്തതെന്നാണ് ആർക്കും മനസ്സിലാകാത്തത്. അതേസമയം ഇപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായ നിലയിൽ തന്നെ തുടരുകയാണ്. റഷ്യ നിരന്തരമായി യുക്രൈനെ ആക്രമിച്ചിരുന്നു എങ്കിലും എന്നാൽ 2 ദിവസം മുമ്പ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് യുക്രൈൻ അതിശക്തമായ തോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് മോസ്കോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരാൾ കൊല്ലപ്പെട്ടതായും സൂചനയുണ്ടായിരുന്നു. മാത്രവുമല്ല, ഏതാണ്ട് 300-ലധികം ഡ്രോണുകളെ തങ്ങൾ വീഴ്ത്തിയതായിട്ടാണ് റഷ്യൻ സൈന്യം അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതിനർത്ഥം ഇതിൻ്റെ എത്രയോ ഇരട്ടിക്കുള്ള ഡ്രോണുകൾ റഷ്യയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു എന്നുള്ളതാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു മുന്നറിയിപ്പും വിരട്ടലുമൊക്കെ പുടിനെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. പന്ത് ഇനി റഷ്യയുടെ കോർട്ടിലാണ് എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സെലൻസ്കിയുടെ തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ പ്രതികരിച്ചിരുന്നത്. ഏതായാലും റഷ്യ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതരാകും എന്ന് തന്നെയാണ് ഈ ഒരു ട്രംപ് ഉയർത്തുന്ന ഭീഷണിയിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്.